റബീഅത്തുർ റയ്യിനെ കുറിച്ച് പറയാറുണ്ട്. സുബ്ഹാനല്ലാഹ്, ആരാ റബീഅത്തുർ റയ്യി? ഇമാം മാലിക്കിൻ്റെ ഉസ്താദ്. ഇമാം മാലിക്കിൻ്റെ ഉസ്താദ്. മദീനത്തെ പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ സദസ്സ് മഹാസദസ്സായിരുന്നു. ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ വാപ്പ അബ്ദുറഹ്മാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, യുദ്ധത്തിന് വേണ്ടി പോയപ്പോൾ ഓർമ്മ നഷ്ടപ്പെട്ടു എന്ന കഥയൊക്കെ കാണുന്നുണ്ട്. ആയിരിക്കാം അദ്ദേഹം ഏൽപ്പിച്ചു പോയതാണ് ഭാര്യയ്ക്ക് 20,000 ദീനാറോ ദിർഹമോ. കുട്ടി ചെറുതാണ്, ഈ കുട്ടിയെ നീ കാശുകൂടെ വളർത്തണം. കഥ ശരിയാണെങ്കിൽ, ചരിത്രമല്ലേ, അവിടെ റിവായത്തും റിപ്പോർട്ടൊന്നും ഉണ്ടാവില്ലല്ലോ, ചരിത്രമാണ്. ഹാഫിദ് ദഹബിയൊക്കെ ഈ വിശദീകരണം നൽകിയതായിട്ട് ഓർക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം 20-ൽ പരം വർഷം കഴിഞ്ഞ ശേഷം യുദ്ധത്തിന് പോയ വ്യക്തി വാപ്പ മദീനയിലേക്ക് മടങ്ങി വന്നപ്പോൾ, പണ്ട് തന്നെ റസൂല പഠിപ്പിച്ച ശൈലിയാണ്, ഒരാളെ നാട്ടിലേക്ക് വന്നാൽ ആദ്യം എന്ത് ചെയ്യണം? പള്ളിയിൽ പോയി നിസ്കരിക്കണം. പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കണം. സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെ വേണ്ടത്. നിസ്കരിക്കാതിരിക്കണം. അള്ളയല്ലേ നമുക്ക് ഈ അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. അള്ളാഹ്ക്ക് നന്ദി പ്രകടനവും. എൻ്റെ നാട്ടിലേക്ക് എത്തിച്ചല്ലോ, മനസ്സിലല്ലേ? നാട്ടിലേക്ക് എത്തിച്ചല്ലോ. അപ്പോൾ മുമ്പ് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, കുല്ലനാ സാഹിബം ഫി സഫരിന വഹദരിന, ഞങ്ങളുടെ യാത്രയിലും ഞങ്ങളുടെ നാട്ടിലും നീ ഞങ്ങളുടെ കൂട്ടുകാരനാവണമെന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന സഫലീകരിച്ച, അതിന് ആ മറുപടി നൽകിയ റബ്ബിന് സ്തുതികീർത്തനങ്ങൾ അല്ലെങ്കിൽ സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് സുജൂദ് ചെയ്യലാണ് എന്ത്? യാത്ര കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് പള്ളിയിൽ പോയി സുജൂദ് ചെയ്യുന്ന ശൈലി, അഥവാ നമസ്കരിക്കുന്ന ശൈലി. അത് പണ്ട് റസൂലുള്ളാഹിന്റെ കാലഘട്ടം മുതൽ ആരംഭിച്ചത്. ഇമാം റബീഅത്തുർ റയ്യിന്റെ വാപ്പയും അത് കാട്ടി. എത്തിയത് മഗ്രിബ് നിസ്കാര സമയത്താണ്. പണ്ടേ അങ്ങനെയായിരിക്കും, ക്ലാസ് എടുക്കൽ മഗ്രിബിനാണ്. ഇത് ആൾക്കാരൊക്കെ ഇൻട്രസ്റ്റ് അങ്ങനെയാണല്ലോ അല്ലേ? നിസ്കാരം ജഹറാക്കാൻ തുടങ്ങുന്നത് എപ്പോൾ മുതലാണ്? മഗ്രിബ്, ഇശ, സുബി അല്ലേ? ജനങ്ങൾ ഫ്രീ ഉള്ള സമയത്താണ് ഒച്ചത്തിൽ ഓതാൻ വേണ്ടി കൽപ്പിച്ചത്. എന്ത്? ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഈ ഓതുന്നത്. അത് ഉൾക്കൊള്ളണമെങ്കിൽ എന്ത് വേണം? ജനങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലുള്ള ചുറ്റുപാടുണ്ടാവണം. അസർ സമയത്തും ദുഹർ സമയത്തൊക്കെ ജോലി തിരക്കിലായിരിക്കും. ജോലി തിരക്കിലാവുമ്പോൾ അവരുടെ ആ കാൽക്കുലേറ്റർ അടിക്കലും ആ കമ്പ്യൂട്ടർ അടിക്കലും ആ നെറ്റുമായുള്ള ബന്ധവും ആ ജോലിയുമായുള്ള ബന്ധവും അതൊക്കെ കലർന്നു വരും നിസ്കാരത്തിൽ. അതൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഓതുന്ന സമയത്ത് ശരിക്ക് ഉൾക്കൊണ്ട് കേൾക്കാൻ വേണ്ടിയാണ് എന്ത് കൽപ്പിക്കപ്പെട്ടത്? ജഹറായി നമസ്കരിക്കണം. ഖുർആനൽ ഫജ്രി ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. ഫജ്ർ നമസ്കാരത്തിൽ, ഖുർആൻ പാരായണം ചെയ്യുന്ന നമസ്കാരത്തിൽ, ഒച്ചത്തിൽ പാരായണം ചെയ്യുന്ന നമസ്കാരത്തിൽ മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. എന്താണ് ആ പ്രത്യേകത? അല്പം ഒരു സഫായിരിക്കുക ഒരു പക്ഷേ പള്ളി, അല്ലെങ്കിൽ 2 സഫ്, അല്ലെങ്കിൽ 5-10 സഫ് ഉണ്ടാവും. ആ പ്രത്യേകത മഹാത്മാക്കളാകുന്ന മലക്കുകളുടെ സാന്നിധ്യം അവിടെ ലഭിക്കും. നിങ്ങൾ അവിടെ നമസ്കരിക്കുമ്പോൾ ഒച്ചത്തിൽ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ഒച്ചത്തിൽ ഓതേണ്ട നമസ്കാരമാണല്ലോ സുബ്ഹി നമസ്കാരം, മഗ്രിബ് നമസ്കാരം, ഇശ നമസ്കാരം. ആ മഗ്രിബിനാണ് റബീഅത്തുർ റയ്യിന്റെ, മഹാനായ റബീഅത്തുർ റയ്യി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാപ്പ മദീനയിലേക്ക് എത്തിയത്. പോകുമ്പോൾ കുഞ്ഞോമന പൈതലോ അല്ലെങ്കിൽ പള്ളിയിലോ ആണ് കുട്ടി. അങ്ങനെ പള്ളിയിലെത്തിയപ്പോൾ നിസ്കരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു നിറഞ്ഞ സദസ്സ് പതുക്കെ മുപ്പര് ഇരുന്നു കൊടുത്തു. ഇരുന്നപ്പോൾ വളരെ ആവേശകരമായ ഇൽമുൽ ഹദീസിൽ പാണ്ഡിത്യമുള്ള, 1-ാം തരം, കേൾക്കണമെന്ന് നിർബന്ധം ആർക്കും തോന്നിപ്പോകുന്ന ശൈലിയിലുള്ള ക്ലാസ് ആയിരുന്നത്. ഇരുന്നു കൊടുത്തു. ഇത് കഴിഞ്ഞിട്ടല്ലാതെ പോകുകയില്ല എന്ന തീരുമാനമെടുത്തതുപോലെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആള് സ്ഥിരം തെറ്റിപ്പോയി എന്നത് കാരണത്താൽ നാട് വിട്ട് യുദ്ധത്തിന് പോയി മടങ്ങി വരാൻ 20ഓളം വർഷം കഴിഞ്ഞതായ ആ മഹാൻ അവിടെ കണ്ടതായ ആ ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കാൻ എന്ത് ചെയ്തു? ആവേശത്തോടു കൂടി ഇരുന്നു കൊടുത്തു. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോൾ വീട് അന്വേഷിക്കുകയാണ്. മദീനത്തിൻ്റെ മലാമിഹൊക്കെ മാറിയിരിക്കുകയാണ്. ഇന്നത്തെ മാതിരി ഇന്ന് മലാമിഹ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. മലാമിഹ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അറബി അറിയുന്നവർക്കറിയാം. മലാമിഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രകടമായി കാണുന്ന അടയാളങ്ങൾ, പ്രകടമായി തുറിച്ച് കാണുന്ന അടയാളങ്ങൾ. ഇന്ന സ്ഥലത്ത് ഇന്ന ഹോട്ടൽ, ഇന്ന സ്ഥലത്ത് ഇന്ന ഹോട്ടൽ, ഇന്ന സ്ഥലത്ത് ഇന്ന റോഡ്, ഇതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ എന്ത് സംഭവിക്കും? വർഷങ്ങൾ കഴിയുമ്പോൾ മാറും. ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് പോലെ അല്ലേ? അതുകൊണ്ട് തന്നെ മൂപ്പരുടെ വീട് അന്വേഷിച്ച് കിട്ടാൻ കുറേ പ്രയാസപ്പെട്ടു. അവസാനം വീട്ടിലേക്ക് അങ്ങോട്ട് എത്തിയപ്പോൾ ഭാര്യയെ ദൂരെ നിന്ന് വീക്ഷിക്കുകയാണ്. ഭാര്യയുടെ തൊട്ടു യുവാവ്. ആ യുവാവിനെ കണ്ടപ്പോൾ നമ്മൾ വാളൂരി, ആരാണ് എൻ്റെ ഭാര്യയുടെ കൂടെയെന്ന്. അപ്പോൾ ഭാര്യ വീക്ഷിച്ചു. ഭർത്താവ് വരുന്ന വരവേൽപ്പ്. ഉടനെ തന്നെ വാളൂരുന്ന കണ്ടപ്പോൾ അവിടെ വെക്കൂ,
ഒന്നും മനസ്സിലാക്കരുത്, തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ തന്ന 20,000 ദീനാറിന്റെ റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ ഏൽപ്പിച്ച, ഞാൻ വയറ്റിൽ പണ്ട് ഗർഭം ചുമന്ന ആ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയാണ് എന്ന്. അടുത്ത് വന്നു, രാത്രിയല്ലേ, രാത്രി ആയതുകൊണ്ട് ശരിക്കും ഒരു കോലം ദൂരത്തുനിന്ന് കാണുമെന്നല്ലാതെ കൃത്യമായിട്ട് മുഖഭാവമൊന്നും മനസ്സിലാക്കാൻ പറ്റൂല. അടുത്തെത്തി നോക്കുമ്പോൾ ആ അത്ഭുതത്തോടു കൂടി ക്ലാസ് എടുത്തതായ ആ പണ്ഡിതനാണ് മൂപ്പരുടെ ഈ മകൻ റബീഅത്തുർ റഈ. മനസ്സിലായില്ലേ? ഇമാം മാലിക്കിന്റെ ഉസ്താദായി മാറിയതായ റബീഅത്തുർ റഈ റഹ്മത്തുള്ളാഹി അലൈഹി.